ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു കൊച്ചു വ്ളോഗാണ്. ഇതിൽ നല്ല പച്ചമാങ്ങ ഇട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു വെച്ച പാരഗൺ സ്റ്റൈൽ മീൻ കറിയുടെ റെസിപ്പിയും പയറും കായും കൂടെ വെക്കുന്ന നല്ല ടേസ്റ്റുള്ള ഒരു തോരൻ്റെ റെസിപ്പിയും പിന്നെ 30 വർഷങ്ങൾക്ക് ശേഷം പഴയ സുഹൃത്തുക്കളെ കാണാൻ പോയ വിശേഷങ്ങളും അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും പഠിച്ച പയ്യന്നൂർ കോളേജിൻ്റെ വരാന്തയിലൂടെ നടന്നതും പഴയ കാര്യങ്ങളൊക്കെ പങ്കുവെച്ച വിശേഷങ്ങളും ഒക്കെയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. യാത്ര ഒറ്റയ്ക്കായിരുന്നു, വീഡിയോ എടുത്തത് ഒറ്റയ്ക്ക്. അതുകൊണ്ട് തീർച്ചയായും അതിൻ്റെ പോരായ്മകൾ വീഡിയോയിലുണ്ടാകും. അത് നിങ്ങൾ ക്ഷമിക്കുമെന്ന് ഞാൻ കരുതിക്കോട്ടെ. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം, നമ്മുടെ ചിക്കൂസ് ഡൈൻ ഗിവ് അവേ നടക്കുന്ന കാര്യം എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. അറിയാത്തവർക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോയുടെ ലിങ്ക് ഇട്ടേക്കാം. ഇനി നമ്മൾ മാങ്ങയൊക്കെ ഇട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വെക്കുന്ന നല്ല പാരഗൺ സ്റ്റൈൽ മീൻകറി ഉണ്ടാക്കാൻ പോവാണേ. അപ്പോൾ അതിനുവേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിന് നമുക്ക് ഇതുപോലെ ചീനച്ചട്ടിയാണ് നല്ലത് കേട്ടോ. ചട്ടിയിൽ വെക്കുന്നതിലും ടേസ്റ്റ് ഇങ്ങനെ വെക്കുന്നതാണ്. കുറച്ച് അത്യാവശ്യം നല്ലപോലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ചെറിയുള്ളിയാണ് മുറിച്ചിട്ട് കൊടുക്കുന്നത്. 10-15 ചെറിയുള്ളി 2-3 മുറിച്ചതിട്ട് കൊടുക്കാം. സവാള ആയാലും മതി, പക്ഷെ കൂടുതൽ ടേസ്റ്റ് ചെറിയുള്ളിയാണ്. അതിലേക്കൊരു 8-10 വെളുത്തുള്ളി 2 കീറിയതിട്ട് കൊടുക്കാം. ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചതാണ്, അതും ഇട്ട് കൊടുക്കാം. ഒരു 4 പച്ചമുളക് മുറിച്ചതും പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ബ്രൗൺ കളറൊന്നും ആവേണ്ട, ജസ്റ്റ് ഒന്ന് ട്രാൻസ്ലൂസൻ്റ് ആയാൽ മതി. കുറച്ച് ഉപ്പും കൂടെ കിടക്കട്ടെ, പെട്ടെന്നൊന്ന് വഴന്നു വരും. അപ്പോൾ നന്നായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്, ഇത് മതി. ബ്രൗൺ കളറാവണ്ട. പിന്നെ ഇതിലേക്ക് നമുക്കൊരു 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ആ മുളകിൻ്റെ പച്ചമണം ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനിടയ്ക്ക് ഞാൻ ചെറുപയർ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 1/4 കപ്പ് ചെറുപയർ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ഒറ്റ വിസിലിന് ഓഫാക്കി എടുത്തതാണ്. ഇനി ഒന്നും കൂടെ വേവാനുണ്ട്. അപ്പോൾ അതിലേക്ക് ബാക്കി ഞാനൊരു 2 പച്ചക്കായ മുറിച്ചതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടെ ഇളക്കി ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് ഒറ്റ വിസിൽ നമുക്ക് ഓഫാക്കി എടുക്കാം. ഇത് നമ്മൾ ചെറുപയറും കായും കൂടെ തോരൻ ഉണ്ടാക്കില്ലേ, അതിന് വേണ്ടിയിട്ടാണ്. ഇനി തോരന് വേണ്ടിയിട്ട് ഒന്ന് തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കട്ടെ. ഒരു 2-2.5 പിടിയോളം തേങ്ങ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു 3-4 ചുവന്നുള്ളി മീൻകറിക്ക് വേണ്ടി മുറിച്ചതിന് കുറച്ചെടുത്ത് മാറ്റിയതായിരുന്നു, അത് ഇട്ട് കൊടുക്കുകയാണ്. ഒരു പച്ചമുളകും കൂടി ഇട്ടിട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടൊന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മീൻകറി വഴറ്റാൻ വെച്ചത് ആ മുളക് പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു വലിയ തക്കാളി മുറിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന് നന്നായിട്ട് തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് എണ്ണ തെളിയുന്ന വരെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കാം. വേണമെങ്കിൽ അടച്ചു വെച്ച് കൊടുത്താൽ പെട്ടെന്നായി കിട്ടും. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് 1-ാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിൽ നിന്ന് കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിൽ അത്യാവശ്യം നന്നായിട്ട് തേങ്ങാപ്പാൽ വേണം. ആ 1-ാം പാലിലിട്ടിട്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 2-ാം പാലോ 3-ാം പാലോ ഒക്കെ നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പകുതി മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് മുറിച്ചിട്ട്. തൊലി ചെത്തിയിട്ടോ തൊലി ചെത്താതെയോ എങ്ങനെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇത് അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങയാണ്. പുളി അധികം ഇല്ലാത്ത മാങ്ങയാണെങ്കിൽ ഒരു മാങ്ങയുടെ കഷ്ണങ്ങൾ മുഴുവൻ ഇട്ട് കൊടുക്കാം, ചെറുതാണെങ്കിൽ. ഇനി അതിലേക്ക് നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇതിപ്പം പാര എന്ന് പറയുന്ന തരത്തിലുള്ളൊരു മീനാണ്. അത് 2 മീനാണ്. 4 കഷ്ണം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്, ബാക്കി ഇട്ട് കൊടുക്കുകയാണ്. ഇത് അത്യാവശ്യം വലുപ്പമുണ്ട്. സാധാരണ അയലയുടെ ഒക്കെ ഷേപ്പിലിരിക്കുന്ന ഒരു മീൻ തന്നെയാണ്, പക്ഷെ അതിൻ്റെ തൊലി എടുത്ത് കളയും, എന്നിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഇട്ടിട്ടുണ്ട്. ഇനി അതവിടെ ഇരുന്നൊന്ന് വെന്ത് വരട്ടെ, അടച്ചു വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 2 കഷ്ണം കുടംപുളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കൊരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. 2 ഉണക്കമുളകും കൂടെ ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മളിതാ വേവിച്ച് വെച്ചിരിക്കുന്ന പയറും കായും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. കായ അങ്ങനെ അങ്ങനെ ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല, എന്നെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി ആവശ്യത്തിന് വെന്തിട്ടുമുണ്ട്. ഇനി നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ആവി കയറിയാൽ മതി. ഒരുപാട് സമയം അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഓഫായി കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പയറും കായും കൂടെയുള്ള തോരൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സ് എടുത്തിട്ടുണ്ട്. ഒരു 10 കാഷ്യൂ നട്ട്സ് ഒക്കെ മതിയാക്കും. അതിലേക്ക് 1-ാം പാൽ എടുത്ത് വെച്ചത് കുറച്ചൊഴിച്ച് കുറച്ച് സമയം ഒന്ന് കുതിരാനായിട്ട് വെക്കാം. എന്നിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇപ്പോൾ മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട്. കുടംപുളിയും മാങ്ങയും ഒക്കെ ഇങ്ങനെ തിളച്ച് വരുമ്പോൾ ഒരു മണമില്ലേ, ഒരു ഭയങ്കര ടെംപ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ്. ഇനി അതിലേക്ക് നമ്മളിത് കാഷ്യൂ നട്ട് അരച്ചത് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ള 1-ാം പാലും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളച്ചാൽ മാത്രം മതി. ആ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരും. കുറച്ചൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും അത് മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകറിയാണിത്. കോഴിക്കോട് പാരഗണിലൊക്കെ കിട്ടും ഈ ഒരു മീൻകറി. ഉപ്പ് കുറച്ച് കുറവുണ്ട്, കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ അപ്പത്തിനൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചോറിനും കൂട്ടാം, അപ്പത്തിനും കൂട്ടാം.
പൊറോട്ടയ്ക്ക് കൂട്ടാം. എന്തും നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു കറിയാണ്. പുളിയൊന്നും അധികമായി പോവാതെ ശ്രദ്ധിച്ചിരുന്നാൽ മതി. നല്ല കുറുകിയിരിക്കുന്ന മീൻകറി ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഈ ഒരു കറി. അതാണ് ഞാൻ ഇതങ്ങ് ഉണ്ടാക്കി വെച്ചത്. ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട പുട്ടും കടലക്കറിയും ഒക്കെ വേറെ വേറെ പാത്രങ്ങളാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. കടലക്കറിയുടെ റെസിപ്പി മുമ്പേ ഇട്ടതാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാഞ്ഞത്. നല്ല തേങ്ങ വറുത്തരച്ച് തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വെച്ച കടലക്കറിയില്ലേ അത്. തോരനും 2 പാത്രത്തിലേക്കാക്കി എടുത്ത് വെച്ച് നാളെ പുലർച്ചയ്ക്ക് പോയിട്ട് മറ്റന്നാൾ രാത്രി എത്തും. അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ചിക്കു ആണെങ്കിൽ ഒരു 3 ദിവസത്തെ ലീവിന് വരും. അപ്പോൾ 2 ദിവസം ഞാൻ അവിടെയാണ്. പക്ഷെ ഇത് ഞാൻ നേരത്തെ വരാം എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്ത് പോയതായിരുന്നു. അപ്പോൾ ചിക്കു കുഴപ്പമൊന്നുമില്ല, ചിക്കു ആൾ അഡ്ജസ്റ്റ് ചെയ്തോളും. മീൻകറി തണുത്തതിന് ശേഷമാണ് എടുത്ത് വെക്കുന്നത്. അത് ഞാൻ 3 പാത്രത്തിലാക്കി വെക്കുക. ഇത് ഞങ്ങൾക്കൊന്ന് രാത്രി പുട്ടിന് കൂട്ടി കഴിക്കുക. നല്ല ടേസ്റ്റാണ്, നല്ലൊരു കോമ്പിനേഷനാണ് പുട്ടും മീൻകറിയും. കഴിക്കാറുണ്ടോ നിങ്ങളങ്ങനെ? ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ബാക്കി 4 കഷ്ണം മീനെടുത്ത് മാറ്റി വെച്ച് ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് മുളക് പുരട്ടി വെക്കുകയാണ്. നമ്മൾ ഇതുപോലെയൊക്കെ പോകുന്ന സമയത്ത് നമ്മളെ വീട്ടിലുള്ളവർക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പോകാനായിട്ട്. അപ്പോൾ സൈത്താറിനുണ്ട്, ചിക്കു നാളെ രാവിലെ എത്തുകയും ചെയ്യും. അപ്പോൾ അവർക്ക് 2 പേർക്കുള്ള ഫുഡ് ഞാൻ ഉണ്ടാക്കി റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ ഇതിലൊന്നുമില്ല, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അത് വെറുതെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് 2 പാത്രത്തിലാക്കി ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. അത് ആവശ്യത്തിനെടുത്ത് ഫ്രൈ ചെയ്താൽ മതിയല്ലോ. 2 പേരും ഓരോ കഷ്ണങ്ങൾ വെച്ചേ കഴിക്കുകയുള്ളൂ. പിന്നെ ഇതാ നമ്മുടെ ക്യാരറ്റ് കേക്കില്ലേ, മുമ്പ് റെസിപ്പി ആയിട്ട് ഒരുപാട് പേരുണ്ടാക്കി നല്ല നല്ല ഫീഡ്ബാക്ക് കിട്ടി, സെയിൽ ചെയ്തിട്ട് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജൊക്കെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ഒരു കേക്കാണ്. അപ്പോൾ അത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ അത് ഞാൻ എല്ലാം 2ആയിട്ട് പാക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് ഞാൻ പെട്ടിയിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതായത് ഇന്ന് എനിക്ക് വന്നിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് കേട്ടോ. ഒരു ഷഫ്ന ആഷിഖ് എന്ന് പറഞ്ഞ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അയച്ചതാണ്. അവർക്ക് ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഉണ്ട്, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നല്ല ഭംഗിയുള്ള ഒരു പോട്ടും ഈ കേക്ക് ചെയിനും ഒക്കെയാണ് അയച്ചിട്ടുള്ളത്. നമ്മുടെ വീഡിയോസൊക്കെ കാണാറുണ്ട്, കേക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും താങ്ക് യു ഷഫ്ന. അപ്പോൾ നമ്മൾ രാവിലെ 5 മണി ആയപ്പോഴത്തേക്കും റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ചിക്കുവിൻ്റെ ട്രെയിൻ 5 മണിക്ക് വന്നു. അപ്പോൾ അവർ 2 പേരും കൂടെ എന്നെ ട്രെയിനിൽ കയറ്റി വിടാനായിട്ട് വരികയാണ്. വന്ദേ ഭാരതിലാണ് കേട്ടോ പോകുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം വന്ദേ ഭാരതിൽ കയറിയിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് പോകുന്നത്. ശരിക്കും വന്ദേ ഭാരതിലെ യാത്ര നല്ല സുഖമാണ് കേട്ടോ. പെട്ടെന്ന് എത്തും. 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ കണ്ണൂരെത്തും. അതെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമല്ലേ. പിന്നെ യാത്ര ചെയ്തതിൻ്റെ ആ ഒരു ക്ഷീണമോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നല്ല സുഖമായിട്ട് അങ്ങ് എത്താൻ പറ്റും. അപ്പോൾ ഇതാ ട്രെയിൻ വിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അത് ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പുള്ള ഒരു സ്നാക്സൊക്കെ കൂടെ കൊണ്ടു തന്നിട്ടുണ്ട്. പുലർച്ചയ്ക്ക് തന്നെയാണ്, നമുക്കങ്ങനെ രാവിലെ അതൊന്നും കഴിക്കാനൊന്നും പറ്റില്ലല്ലോ. എന്നാലും ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടാൻ ലേറ്റ് ആയാലോ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ യാത്ര ചെയ്യുമ്പം വിശപ്പ് ഇച്ചിരി കൂടുതലായിരിക്കും. ഇതിപ്പം കാടമം ചായേൻ്റെ കിറ്റാണ്. നല്ല തിളച്ച വെള്ളം കൊണ്ടു തന്നിട്ടുണ്ട്. അത് അതിനകത്തിട്ട് ഇളക്കി കുടിച്ചാൽ മതി. പക്ഷെ ഞാൻ പിന്നെ ചായ കുടിക്കാറില്ല, അതുകൊണ്ട് അത് ഞാനങ്ങ് തിരിച്ചു കൊടുക്കുകയാണ്. യൂണിബിക്കിൻ്റെ ബിസ്ക്കറ്റ് ഉണ്ട്, അതെടുത്ത് കഴിക്കാം. ഒരു ഹാൻഡ് സാനിറ്റൈസറും ഉണ്ട്. വിൻഡോ സൈഡായിരുന്നു, അതുകൊണ്ട് പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു ഞാൻ. ഉറക്കമൊന്നും വന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞങ്ങളെല്ലാവരും. കാരണം എല്ലാവരും പരസ്പരം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം കാണില്ല. 7:30 ആയപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് വന്നു. നമ്മളിപ്പം ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ ഇതിനും കൂടെ ഒരുമിച്ച് പേ ചെയ്യുകയാണ് ചെയ്യുന്നത്. വേണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കിയിട്ട് ടിക്കറ്റ് മാത്രം എടുക്കുകയും ചെയ്യാം. അല്ലാതെ പക്ഷേ നമുക്ക് ഫുഡ് ഇതിനകത്ത് കിട്ടുകയില്ല. അല്ലെങ്കിൽ പിന്നെ കൊണ്ടുവരണം. ഇപ്പോൾ രാവിലെ കൊണ്ടുവരാൻ മടിച്ചിട്ട് ഒരുമിച്ച് ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് പേ ചെയ്തതായിരുന്നു. ഞാൻ നോൺ വെജ് ആണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 2 സ്ലൈസ് ബ്രെഡ് ഉണ്ട്, വീറ്റ് ബ്രെഡാണ്. പിന്നെ ബട്ടർ ഉണ്ട്, പിന്നെ അത് കുറച്ച് വെജിറ്റബിൾസ് സ്റ്റീം ചെയ്തതാണ്. പിന്നെ പാറ്റീസ് ഉണ്ട് 2 എണ്ണം, സോസും ഉണ്ട്. ഇത്രയാണ് നമ്മുടെ നോൺ വെജ് ഐറ്റം ഉള്ളത്. അപ്പോൾ കുടിക്കാനായിട്ട് ആപ്പിൾ ജ്യൂസാണ് വന്നത്. അതപ്പം കണ്ണൂർ എത്താറായി. അപ്പോൾ ഇതാ ഞാനിവിടെ ഇറങ്ങി. ഇത് അങ്ങേയറ്റത്തിരിക്കുന്നത് ബീന, പിന്നെ സപ്ന, എൻ്റെ റൈറ്റ് സൈഡിലിരിക്കുന്നത് മഞ്ജു, പിന്നെ ഫ്രണ്ടിലിരിക്കുന്നത് സിന്ധുവിൻ്റെ ഹസ്ബൻഡുമാണ്. ഞങ്ങളെ കൂട്ടാൻ വന്നതാണ് അവർ. അപ്പോൾ നമ്മളിതാ പോകുന്ന വഴിക്ക് ഇവിടെ ഒരു മാടായിപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, നല്ല ഭംഗിയുള്ള സ്ഥലമെന്ന് പറഞ്ഞാൽ സിന്ധുവിൻ്റെ ഹസ്ബൻഡ് അവിടെ പോയിട്ട് പോകാമെന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് എത്തിയതാണ്. അവിടെ വന്ന് ഞങ്ങൾ കുറേ സമയം ഫോട്ടോ ഒക്കെ എടുത്ത് ഇനി ഞങ്ങൾ നേരെ പയ്യന്നൂർക്ക് പോവാണ്. പയ്യന്നൂർ കോളേജിൻ്റെ അടുത്ത് തന്നെ ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ കൂടെ പണ്ട് പഠിച്ച ഒരു കുട്ടിയുടെ റിസോർട്ടാണിത്. ഇപ്പോൾ വുഡ് ഗ്രീൻസ് എന്നാണ് റിസോർട്ടിൻ്റെ പേര്. ഞങ്ങൾ പക്ഷേ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് നിൽക്കാനായിട്ട് കുറച്ച് വലിയൊരു റൂമാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് ഇവിടെ എത്താനായിട്ട് നല്ല വിശപ്പുണ്ട്, ഊണൊന്നും കഴിച്ചില്ല. ഇവിടെ ലഞ്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ലഞ്ചൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങളിവിടെ വന്ന് റൂമിലിരുന്ന് കുറച്ച് സമയം റെസ്റ്റ് എടുക്കുകയാണ്. ആ സമയത്ത് ഞാൻ കൊണ്ടുവന്ന കേക്കൊക്കെ എടുത്ത് കൊടുത്ത്. മഞ്ജു ഹോസ്റ്റലിലായിരുന്നു. പണ്ട് ഞാൻ കേക്ക് ഉണ്ടാക്കി കൊണ്ടുപോകുമായിരുന്നു എന്ന്. പക്ഷേ എനിക്ക് ഓർമ്മയൊന്നുമില്ല കേട്ടോ. മഞ്ജുവിന് പക്ഷേ കറക്റ്റായിട്ട് ഓർമ്മയുണ്ട്. അന്ന് വേവാത്ത കേക്കൊക്കെ ഞാൻ ഉണ്ടാക്കി കൊണ്ടുപോകും. പക്ഷേ എന്നിട്ട് എന്നോട് നല്ലതാണെന്നൊക്കെ പറയും, എന്നെ സമാധാനിപ്പിക്കാനായിട്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് എനിക്ക് നിൻ്റെ നല്ല കേക്ക് കഴിക്കണം എന്നൊക്കെ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്.
അപ്പോൾ അവരെല്ലാവരും കഴിച്ചു, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ബ്രിജേഷിനെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. ബ്രിജേഷ് ഇവിടെ അടുത്ത് തന്നെയാണ് താമസം. അപ്പോൾ ബ്രിജേഷ് ഇതാ വണ്ടിയായിട്ട് വന്നിട്ടുണ്ട്. നേരെ ഇനി പയ്യന്നൂർ കോളേജിലേക്ക്. അറ്റ് ലാസ്റ്റ് ഇതാ നമ്മൾ പയ്യന്നൂർ കോളേജിലെത്തി. ഞങ്ങൾ 5 പേരും വീണ്ടും 31 വർഷങ്ങൾക്ക് ശേഷം പയ്യന്നൂർ കോളേജിലേക്ക് പോവുകയാണ്. ശരിക്കും അതൊരു ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് അല്ലേ ഉണ്ടാവുക അല്ലേ? ഇവിടെ തന്നെ ഉള്ളവർക്ക്, ഈ ഒരു ഏരിയയിലുള്ളവർക്ക്, ഇടയ്ക്കിടയ്ക്ക് ഈ കോളേജിൽ വരുന്നവർക്ക് ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്നും ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ നമ്മൾ അന്ന് പോയിട്ട് പിന്നെ 31 വർഷം കഴിഞ്ഞ് വരുമ്പോൾ ഉള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് ആലോചിക്കാവുന്നതല്ലേ ഉള്ളൂ. അന്നതുപോലെ ടാറിട്ട റോഡൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. വെറും മണ്ണിൻ്റെയും പാറകളും ഒക്കെ ഉള്ള ഒരു റോഡായിരുന്നു. റോഡല്ല, ചെറിയൊരു കുന്നുപോലെയായിരുന്നു. അങ്ങനെ ഒരു കയറ്റം കയറി അങ്ങ് പോവുമായിരുന്നു ചെയ്യാറ്. ഇവിടെ ഒന്നും ഷോപ്പുകളോ വീടുകളോ ഒന്നുമില്ല. ഇതിപ്പോൾ വർക്കിംഗ് ഡേ അല്ല വന്നത്, ലീവുള്ള ദിവസമാണ്. അപ്പോൾ അപ്പോഴല്ലേ നമുക്കിങ്ങനെ പണ്ടത്തെ പോലെ ഇങ്ങനെ ഒരു ഫ്രീ ആയിട്ട് നടക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ നിറച്ചും കുട്ടികളും ടീച്ചേഴ്സും ഒക്കെ ആയിരിക്കുമല്ലോ. നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ നടന്നിട്ടുണ്ടോ? പണ്ട് പഠിച്ച സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലോ അന്ന് ഒരുമിച്ചുണ്ടായിരുന്ന കൂട്ടുകാരോടൊപ്പം എല്ലാവരും കൂടെ ഒരുമിച്ച് നടന്നിട്ടുണ്ടോ? ശരിക്കും ഒരു വലിയ ഭാഗ്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഇവിടെ വരാൻ സാധിച്ചതിൽ. ഞങ്ങളുടെ കൂടെയുള്ള ബ്രിജേഷ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഗ്രൂപ്പിലല്ലായിരുന്നു. ഞങ്ങൾ പ്രീ ഡിഗ്രിക്കാണ് ഇവിടെ പയ്യന്നൂർ കോളേജിൽ പഠിച്ചത്. പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പം ഞങ്ങൾ 5 പേരും പല വഴിക്കായി പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ബ്രിജേഷ് ശേഷം ഡിഗ്രിയൊക്കെ ഇവിടെ തന്നെയാണ് പഠിച്ചത്. ഞങ്ങൾ 5 പേരും സെക്കൻഡ് ഗ്രൂപ്പായിരുന്നു, ഒരു ക്ലാസ്സിലായിരുന്നു, ഒരു ബെഞ്ചിലാണ് ഇരുന്നത്. ബ്രിജേഷ് എപ്പോഴും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ബ്രിജേഷും ഒരു ബിജുവും ഉണ്ടായിരുന്നു. ബ്രിജേഷ് നന്നായിട്ട് വരയ്ക്കും, നല്ലൊരു ആർട്ടിസ്റ്റാണ്. ഞങ്ങളുടെ റെക്കോർഡ് മുഴുവൻ വരച്ചു തന്നത് ബ്രിജേഷാണ്. ഇപ്പം ധൈര്യമായിട്ട് പറയാമല്ലോ. തളിപ്പറമ്പ് ടാഗോർ സ്കൂളിലെ ഡ്രോയിങ് ടീച്ചറാണ്. ആർട്ടിന്റെ സ്റ്റേറ്റ് ലെവൽ റിസോഴ്സ് പേഴ്സൺ ഒക്കെയാണ്. ആൾ ചില്ലറക്കാരനൊന്നും അല്ല. അതിനിടയ്ക്ക് ബ്രിജേഷിന്റെ ഫ്രണ്ട് വിളിച്ചു. അന്ന് ഞങ്ങളുടെ കൂടെ ബ്രിജേഷും ഈ പയ്യനുമായിരുന്നു ഉണ്ടായിരുന്നത്, ബിജു. അങ്ങനെ ഞങ്ങൾ കുറേ എല്ലാവരും കൂടെ അതൊന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു. ബിജുവിന് ഭയങ്കര എക്സൈറ്റ്മെന്റ്. 31 വർഷങ്ങൾക്ക് ശേഷമല്ലേ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കാണുന്നത്. ബിജു ഇപ്പോൾ വലിയ ബിസിനസ്സുകാരനാണ്. നേരെ കാണുന്നത് പുതിയ ബിൽഡിംഗ് വന്നതാണ്. പണ്ട് ഈ 2 ബിൽഡിംഗ്, 2 സൈഡിലായിട്ടുള്ള ബിൽഡിംഗ് 2 അല്ലായിരുന്നു, ഒറ്റ ബിൽഡിംഗ് തന്നെയായിരുന്നു. ഒറ്റ വലിയ വരാന്തയായിട്ട് അത് മുറിച്ചിട്ട് അങ്ങോട്ടേക്ക് വഴിയാക്കിയതാണ്. ഞങ്ങൾക്കാണെങ്കിൽ ഒന്നും ഓർമ്മ കിട്ടുന്നില്ല. എല്ലാ സ്ഥലവും ചേഞ്ച് ചെയ്തു. പിന്നെ ചിലതൊക്കെ പഴയത് അതേപടി തന്നെ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പയ്യന്നൂർ കോളേജിന്റെ വരാന്ത. അങ്ങനെ നീണ്ടു കിടക്കുന്ന വരാന്തയാണത്. മുമ്പ് ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ഉണ്ടായിരുന്നു. അതിപ്പം കട്ട് ചെയ്ത് 2 ബിൽഡിംഗ് ആക്കി മാറ്റി. ഇവിടെയായിരുന്നു ഞങ്ങളുടെ ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നത്. ഇതാണ് നമ്മുടെ ക്ലാസ്. ഭയങ്കര ഒരു എന്താ പറയുക, എന്തൊക്കെ ഒരു സന്തോഷമാണ് തോന്നുന്നത് ഇവിടെ എത്തുന്ന സമയത്ത്. പല കാര്യങ്ങളും സ്ഥലങ്ങളും ഒന്നും ഓർമ്മയില്ലെങ്കിലും ഒരിക്കലും മറക്കാനാകാത്ത ഒരു ഇൻസിഡൻറ്റ് ഈ ഒരു കോളേജിൽ വെച്ചിട്ടുണ്ടായത് ഇപ്പോഴും ഞാൻ മറന്നിട്ടില്ല. അതിനെക്കുറിച്ച് ഞങ്ങൾ അവിടെ നിന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. ഈ ക്ലാസ് കണ്ടപ്പോൾ വീണ്ടും അത് മനസ്സിലേക്ക് വന്നതാണ്. ഒരു സമരം ഉണ്ടായിരുന്ന ഒരു ദിവസം എന്നെ മഞ്ജുവിനെ മാത്രം ഡിഗ്രിയിലെ കുറേ ചേട്ടന്മാർ വന്ന് റാഗ് ചെയ്യാനായിട്ട് വന്നു, തടഞ്ഞു വെച്ചു. ഞാനും മഞ്ജു മാത്രമായിരുന്നു ക്ലാസ്സിലുണ്ടായിരുന്നത്. കുറേ റാഗ് ചെയ്തതിനു ശേഷം മഞ്ജുവിനോട് പൊക്കോളാൻ പറഞ്ഞു. എന്നെ തടഞ്ഞു വെച്ചു. മഞ്ജുവിന് പുറത്തോട്ട് പോയിട്ട് ആരെങ്കിലും വിളിക്കണമെന്നുണ്ട്. പക്ഷേ പുറത്തിറങ്ങിയ ഇവർ അകത്തുനിന്ന് ഡോർ അടച്ചാലോ എന്നൊരു പേടി. കാരണം എന്ന് വെച്ചാൽ റാഗിംഗ് ഒക്കെ കഴിഞ്ഞ ഒരു സമയമായിരുന്നു, ഞങ്ങൾ സെക്കൻഡ് ഇയർ ആയിരുന്നു. എന്നിട്ടും ഇവർ വന്ന് എന്തിനാണെന്നുള്ള ഒരു പേടിയിലായിരുന്നു ഞങ്ങൾ. കുറേ സമയം അങ്ങനെ തടഞ്ഞു വെച്ച് അവസാനം ഞാൻ കരച്ചിലിൻ്റെ വക്കത്തെത്തി. ഞാൻ ധൈര്യം സംഭരിച്ചാണ് നിന്നിരുന്നത്. പേടി ഉള്ളിലുണ്ടെങ്കിലും പുറമെ ഒന്നും കാണിക്കണ്ട നിന്നിരുന്നത്. പക്ഷെ അവസാനം കരച്ചിലിൻ്റെ വക്കത്തെത്തുമെന്ന് മനസ്സിലായപ്പം അവർ പൊക്കോളാൻ പറഞ്ഞു വിട്ട് ഞാൻ അവിടുന്ന് ആ റൂമിൽ നിന്ന് ഇറങ്ങി നേരെ ചെന്ന് ഗേൾസ് റൂമിൽ ചെന്ന് അവിടെ കിടന്ന് പൊട്ടിക്കരഞ്ഞു. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ആ ഒരു സീന്. എല്ലാവരും പേടിച്ചു പോയി ഗേൾസ് റൂമിലുണ്ടായിരുന്നത്. പിന്നെ അപ്പോഴത്തേക്ക് ബിനെ സപ്നെ സിന്ധു ഒക്കെ വന്നു, എല്ലാവരും സമാധാനിപ്പിച്ച്. അങ്ങനത്തെ ഒരു വല്ലാത്തൊരു മെമ്മറി. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ ആ ഒരു കാര്യം ഇതുവരെയ്ക്കും മറക്കാത്തത്. ആ ഒരു റാഗ് ചെയ്ത ആൾക്കാരെയും അവരുടെ പേര് പോലും എനിക്ക് ഓർമ്മയുണ്ട്. വലിയ പ്രശ്നക്കാരായിട്ടുള്ളവരൊന്നും അല്ല, എന്നാലും നമുക്കൊരു പേടിയല്ലേ. നമ്മളെല്ലാം ചിന്തിക്കുന്നത് എക്സ്ട്രീം ആയിരിക്കുമല്ലോ. അങ്ങനെ എന്തൊക്കെ അനുഭവങ്ങളാണ് കോളേജിലൊക്കെ നമുക്കുണ്ടാവുന്നതല്ലേ. ഇപ്പം അതൊക്കെ ആലോചിക്കുമ്പോൾ ചിരി വരികയാണ്. നിങ്ങൾക്കുണ്ടായിട്ടുള്ള ഇതുപോലത്തെ അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒരു രസമല്ലേ വായിക്കാൻ. ഈ പയ്യന്നൂർ കോളേജ് കഴിഞ്ഞ് എല്ലാവരും പല കോളേജിലൊക്കെ പോയി പഠിച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു കോളേജിൻ്റെ അനുഭവം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു അനുഭവമുള്ളൊരു കോളേജാണ്. ഇവിടുന്ന് ഞങ്ങൾ 5 പേരും കൂടെ സിനിമയ്ക്ക് പോയിട്ടുണ്ട്. സമരമുള്ള ഒരു ദിവസം ലീവായിട്ട് ആ സമയത്ത് വീട്ടിൽ പറഞ്ഞിട്ടാണ് പോയത്. പിന്നെ ഞങ്ങൾ 5 പേരും കൂടെ ഒരു ദിവസം മഞ്ജുവിൻ്റെ വീട്ടിൽ കൊട്ടിയൂർ പോയിട്ടുണ്ട്. 2-3 ദിവസത്തേക്ക് വേണ്ടി പോയതായിരുന്നു. അതൊക്കെ ഒരു മറക്കാനാകാത്ത അനുഭവമാണത്. ശരിക്കും ഇത് കണ്ടിട്ടും മതിയാവാത്തൊരു പോലെയാണ് തോന്നുന്നത്. ശരിക്കും ഞങ്ങൾ ഇവിടെ വന്ന് പ്രീ ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയർ ഇവിടെ വന്ന് ആ ഫസ്റ്റ് ഡേ പരിചയപ്പെട്ടതാണ് ഞങ്ങൾ 5 പേരും.
പക്ഷെ ആ 2 വർഷം മാത്രമേ ഞങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിലും ഞങ്ങൾ തമ്മിൽ വലിയൊരു ബോണ്ടിങ് ആയിരുന്നു. ഭയങ്കര തിക്ക് ഫ്രണ്ട്സ് ആയിരുന്നു. എവിടെ പോകണമെന്നുണ്ടെങ്കിലും ഒന്നിച്ചേ പോവുള്ളൂ. പിന്നെ എല്ലാവരും അവരവരുടെ തിരക്കിലങ്ങ് ആയിപ്പോയിട്ടുണ്ടായിരുന്നു. മഞ്ജുവിനെ തിരിച്ചു കിട്ടിയത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടാണ്. ഫേസ്ബുക്കിൽ ഞാനൊരു പോസ്റ്റ് ഇട്ട് ഇങ്ങനെ കാണാനില്ല മഞ്ജുവിനെ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബറിൻ്റെ റിലേറ്റീവ് ആണെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടതാണ്. അങ്ങനെയാണ് മഞ്ജുവിനെ കിട്ടിയത് ഞങ്ങൾക്ക്. മഞ്ജു ഡൽഹിയിലായിരുന്നു. ഒരിക്കലും വിചാരിച്ചില്ല ഞങ്ങൾക്ക് വീണ്ടും ഇതുപോലെ നടക്കാൻ കഴിയുന്നത്. പെട്ടെന്ന് തീരുമാനിച്ച് പെട്ടെന്ന് വന്ന ഒരു ട്രിപ്പാണ്. അങ്ങനെയൊക്കെ നടക്കുള്ളൂ ഇങ്ങനെയുള്ള ട്രിപ്പുകളൊക്കെ. അങ്ങനെ ഞങ്ങൾ കോളേജിൽ നിന്ന് തിരിച്ചു. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി നേരെ ബ്രിജേഷിൻ്റെ വീട്ടിലേക്ക്. ബ്രിജേഷിൻ്റെ വീട് എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു മ്യൂസിയം പോലെയാണുള്ളത്. ആർട്ട് സാറല്ലേ, അപ്പോൾ പിന്നെ അതിൻ്റെ എല്ലാം കാണാനുണ്ട്. വീട്ടിൻ്റെ ഉള്ളിൽ ഒരു നടുക്കൊരു കുളം പോലെയുണ്ട്. അതിലേക്ക് ഇങ്ങനെ ആലിൻ്റെ വേര് തൂങ്ങില്ലേ, അതുപോലത്തെ ഒരു ചെടിയാണ്. ആലിൻ്റെ വേരല്ല, വേറെ എന്തോ ഒരു ചെടിയാണ്, എന്താ അതെനിക്കറിയില്ല. അതിങ്ങനെ തൂങ്ങുന്നുണ്ട്. മീനൊക്കെ ഉണ്ട്. റൂമുകളാണെങ്കിലും എതിലേക്കോ പോയിട്ട് എവിടെയൊക്കെയോ റൂമിലൊക്കെ ആണെങ്കിലും ചുമരിൻ്റെ മുകളിലൊക്കെ ആണെങ്കിലും പെയിൻ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മുകളിൽ ഒരു സ്വിമ്മിംഗ് പൂളുണ്ട്. സ്വിമ്മിംഗ് പൂളിൽ പക്ഷേ ഇപ്പം ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ മാറ്റിയിട്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ വീടെല്ലാം കണ്ട് ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ റിസോർട്ടിലേക്ക് വന്നു, ബ്രിജേഷിനെയും കൂട്ടിയിട്ട്. പിന്നെ റിസോർട്ടിൽ ഞങ്ങൾ ഡിന്നർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ ഇരുന്ന് ഡിന്നറൊക്കെ കഴിച്ചു. ബ്രിജേഷ് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയി. പിന്നെ ഞങ്ങൾ കുറേ സമയം ഒരുമിച്ച് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. കുറേ ലേറ്റായി ഉറങ്ങാനായിട്ട്. പണ്ട് മഞ്ജുവിൻ്റെ വീട്ടിൽ പോയപ്പോഴായിരുന്നു ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചതുപോലെ നിരന്ന് കിടന്നിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ഡേ ഞങ്ങൾ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റൂമിലേക്ക് കൊണ്ടു തന്നിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് റൂമിൽ തന്നെ കഴിച്ചു. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ പോകാനായിട്ട് റെഡിയായി. അതിനിടയ്ക്ക് ഞാനിട്ട സ്റ്റാറ്റസ് ഉണ്ട്, ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ജമന്തി കോണ്ടാക്ട് ചെയ്തു. അവർ നാട്ടിലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ രാവിലെ ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജമന്തി ഉത്തരാഖണ്ഡിലാണ്. ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നാട്ടിലേക്ക് വന്നതായിരുന്നു. അപ്പം നമ്മളിവിടെ സ്വിമ്മിംഗ് പൂളിലൊക്കെ കളിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷേ ഞങ്ങൾ 5 പേരും കൂടെ കൂടിയപ്പോൾ പിന്നെ കഥയും വിശേഷങ്ങളും പറഞ്ഞ് അതിന് തന്നെ സമയം കിട്ടിയില്ല. പിന്നെ ഞങ്ങളിവിടെ വന്ന് കുറേ ഫോട്ടോസ് എടുത്തു, റീൽസ് എടുത്തു. അപ്പോൾ അത് ജമന്തി എത്തിയിട്ടുണ്ട്. ജമന്തിയും ഹസ്ബൻഡും കൂടെയാണ് വന്നത്. ജമന്തിയെ ഞങ്ങൾ 31 വർഷത്തിന് ശേഷമാണ് കാണുന്നത്. അന്ന് പോയതിന് ശേഷം ഇപ്പോഴാണ് കാണുന്നത്. ശരിക്കും ഒരു ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമല്ലേ, നമ്മൾ കുട്ടിക്കാലത്തുണ്ടായിരുന്ന ആളെ കുറേ കാലത്തിന് ശേഷം വീണ്ടും കണ്ടുമുട്ടുമ്പോൾ ഉള്ള ഒരു സന്തോഷം ഊഹിക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ശരിക്കും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ എല്ലാവരും, ഞങ്ങളുടെ ഫാമിലീസും ഒക്കെ എക്സൈറ്റഡ് ആണ്. ഞങ്ങൾ ഇങ്ങോട്ട് ഇങ്ങനെ ഒരു ഗെറ്റ് ടുഗദർ വെച്ചു, ഒരുമിച്ച് വരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ജമന്തിൻ്റെ ഹസ്ബൻഡാണ്. ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ ഇരുന്ന് ഒരു കാപ്പിയൊക്കെ കുടിച്ച് സംസാരിച്ചു. അപ്പോഴത്തേക്കും ബ്രിജേഷ് എത്തി ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട്. ബ്രിജേഷ് ശരിക്കും പണ്ടത്തെ അതേ സ്വഭാവം തന്നെ, ഒരു മാറ്റമില്ല. ആർക്കും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല, എല്ലാവരും പണ്ടത്തെ അതേ സ്വഭാവം തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ജമന്തിയോട് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഉച്ചയ്ക്കാണ് വന്ദേ ഭാരത് എനിക്കുള്ളത്. ആ സമയത്ത് തന്നെ ബീനയ്ക്കും മഞ്ജുവിനും കോഴിക്കോട്ടേക്ക് ട്രെയിനുണ്ട്. ഇവർക്കെല്ലാവർക്കും ഇപ്പം ഇവിടെ ഏകദേശം ഇവിടെ അടുത്തൊക്കെ തന്നെയാണ്, കോഴിക്കോടും കണ്ണൂരും ഒക്കെ തന്നെയാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഞാൻ മാത്രമേ ഉള്ളൂ തിരുവനന്തപുരത്ത് നിന്ന് വന്നത്. അങ്ങനെ ഉച്ചയ്ക്ക് ബാംബു ഫ്രഷ് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റ് നല്ലതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ഊണ് കഴിക്കാൻ വേണ്ടി കയറി. ചോറും ഫിഷ് ഫ്രൈയും ബീഫും ചട്ടിച്ചോറും ഒക്കെ കൂടെ മിക്സ് ചെയ്ത് ഞങ്ങൾ വാങ്ങിച്ചു. നല്ല ഫുഡ് തന്നെയായിരുന്നു. മനോഹരമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു. ചിരിച്ചും കളിച്ചും സന്തോഷം പങ്കുവെച്ചും സങ്കടങ്ങൾ പങ്കുവെച്ച ഒരു ദിവസം. ഇവരൊക്കെ ടീച്ചേഴ്സൊക്കെയാണ്. പക്ഷെ ഒരുമിച്ച് വന്നപ്പോൾ ഞങ്ങൾ വീണ്ടും പണ്ടത്തെ ആ പ്രീ ഡിഗ്രി കുട്ടികളായി. ഈ സുഹൃത്തുക്കൾ തരുന്ന ഊർജം ചെറുതൊന്നുമല്ല. നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകുക എന്ന് പറയുന്ന വലിയൊരു ഭാഗ്യമാണല്ലേ. കൂടെ പിറക്കാതെ കൂടപ്പിറപ്പിൻ്റെ സ്ഥാനം തരുന്ന ചിലർ. അതിപ്പം എത്ര ദൂരത്തായാലും, അടുത്തില്ലെങ്കിലും, സംസാരിച്ചില്ലെങ്കിലും, കണ്ടില്ലെങ്കിലും, മനസ്സുകൾ ഒന്നാണെന്നുണ്ടെങ്കിൽ എന്നെങ്കിലും വീണ്ടും ഒന്നിക്കും ഇതുപോലുള്ള സൗഹൃദങ്ങൾ. ഇനിയും അടുത്ത കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിൽ ഞാൻ യാത്ര തുടരുന്നു.